എഡ്യൂടെക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 9th ഫസ്റ്റ് ചാപ്റ്ററാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചാണ്. ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്താണ് ഈ ഇലക്ട്രോൺ വിന്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ വേരിയസ് ഷെൽസ്. ഷെല്ലുകളിലായിട്ടുള്ള ഇലക്ട്രോണുകളുടെ ക്രമീകരണമാണ് എന്ത്? ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ നമുക്കറിയാം, ഇലക്ട്രോൺസ് കാണപ്പെടുന്നത് എവിടെയായിട്ടാണ്? ഷെല്ലുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ഷെല്ലുകളിലായിട്ടുള്ള ഇലക്ട്രോണുകളുടെ ക്രമീകരണമാണ് എന്ത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇപ്പോൾ ഷെല്ലുകളിലായിട്ടുള്ള ഇലക്ട്രോണുകളുടെ അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇറ്റ് ഈസ് എ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ വേരിയസ് ഷെൽസ്. ഷെല്ലുകളിലായിട്ടുള്ള ഇലക്ട്രോണുകളുടെ ക്രമീകരണമാണ് എന്ത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, ഈ ഇലക്ട്രോണുകളുടെ അപ്പോൾ ഷെല്ലുകളിലായിട്ട് അറേഞ്ച് ചെയ്യാം. ഷെല്ലുകളിലായിട്ടുള്ള ഈ അറേഞ്ച്മെന്റ് നടക്കുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൻ റൂൾസ്. ചില റൂളുകൾ വെച്ചുകൊണ്ടാണ്, ചില നിയമങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ഷെല്ലുകളിലായിട്ടുള്ള ഇലക്ട്രോണുകളുടെ ക്രമീകരണം നടക്കുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൻ റൂൾസ്. ചില നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഈച്ച് ഷെൽ ക്യാൻ അക്കോമഡേറ്റ് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഇറ്റ് and the maximum number of electrons that can be accommodated in each shell can be calculated by the equation 2n square. ഓക്കെ, അപ്പോൾ ഓരോ ഷെല്ലിനകത്തും ഒരു നിശ്ചിത എണ്ണം ഇലക്ട്രോണുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉൾക്കൊള്ളിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഓരോ ഷെല്ലിനകത്തും ഉൾക്കൊള്ളിക്കുവാൻ സാധിക്കുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം കണ്ടെത്താനുള്ള ഫോർമുലയാണ് ഏത്? 2n square. ഓക്കെ, അപ്പോൾ ഓരോ ഷെല്ലിനകത്തും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം definite ആണ്. Each shell can accommodate a definite number of electrons in it, and the maximum number of electrons that can be accommodated in each shell can calculated by the equation 2n square, where n represents shell number. അതായത് എത്രാമത്തെ ഷെൽ എന്നതിനെ സൂചിപ്പിക്കും. ഇതനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കെ ഷെൽ എടുക്കുമ്പോൾ ഷെൽ നമ്പർ 1 ആണ്, and that can accommodate. അപ്പോൾ എന്നിന്റെ പ്ലേസിൽ എത്ര കൊടുത്താൽ മതി? 1 കൊടുത്താൽ 2 into 1 square, that means that can accommodate 2 electrons. അപ്പോൾ കെ ഷെൽ എടുക്കുമ്പോൾ കെ ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസിനെ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റും? 2 ഇലക്ട്രോണുകൾ എന്ത് ചെയ്യാൻ പറ്റും? ഉൾക്കൊള്ളിക്കാൻ പറ്റും. ആൻഡ് എൽ ഷെൽ ക്യാൻ അക്കോമഡേറ്റ്. എൽ ഷെൽ ഈസ് എ സെക്കൻഡ് ഷെൽ, സോ 2 into 2 square. 2 square is 4, 4 into 2 8. എല്ലിനകത്ത് 8 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളിക്കാൻ പറ്റും. നെക്സ്റ്റ് എം ഷെൽ എടുക്കുമ്പോൾ ദർ ഇസ് എ തേർഡ് ഷെൽ, 2 into 3 square. 3 square 9 ആണ്, 9 into 2 18 എന്ന് വരും. അതുപോലെ നെക്സ്റ്റ് ഷെൽ, ഫോർത്ത് ഷെൽ എടുക്കുമ്പോൾ എൽ ഷെൽ എടുക്കുമ്പോൾ 2 into 4 square which is equal to 32 എന്ന് വരും. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം, ഓരോ ഷെല്ലിനകത്തും ഉൾക്കൊള്ളിക്കുവാൻ സാധിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് നിശ്ചിതമാണ്. ദാറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദ ഇക്വേഷൻ 2n square, where n denotes shell number. Using this equation, K shell can accommodate 2 electrons, L can accommodate 8 electrons, M can accommodate 18 electrons, and N can accommodate 32 electrons. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓരോ ഷെല്ലിനകത്തും ഉൾക്കൊള്ളിക്കുവാൻ സാധിക്കുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ കെ എടുക്കുമ്പോൾ കെയ്ക്കകത്ത് 2 ഇലക്ട്രോണുകൾ, എല്ലിനകത്ത് 8 ഇലക്ട്രോണുകൾ, എമ്മിനകത്ത് 18 ഇലക്ട്രോൺസ്, അതുപോലെ എന്നിനകത്ത് 32 ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? ഉൾക്കൊള്ളിക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ. ഓരോ ഷെൽ എടുക്കുമ്പോഴും ഈച്ച് ഷെൽ ക്യാൻ അക്കോമഡേറ്റ് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്, ആൻഡ് ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദ ഇക്വേഷൻ 2n square. Using this equation, K can accommodate 2, L can accommodate 8, M can accommodate 18, and N can accommodate 32 and so on. ഈ രീതിയിൽ നമുക്ക് ഓരോ ഷെല്ലിനകത്തും ഉൾക്കൊള്ളിക്കുവാൻ സാധിക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്, ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഷെൽസ് ഓഫ് ഹയർ എനർജി ഹാപ്പൻസ് only after the filling up of electrons in lower energy, or if the lower energy shells are completely filled, thereafter filling up of electrons in higher energy takes place. ഓക്കെ, അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഓക്കെ, എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ വേരിയസ് ഷെൽസ് ടേക്സ് പ്ലേസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജി. അതായത് ഷെൽസിൻ്റെ ഊർജ്ജം കൂടി വരുന്ന ക്രമത്തിലായിരിക്കും എന്ത് ചെയ്യുക? ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുക. അതായത് നമ്മൾ ഹയർ എനർജി, ഒരു എനർജി കൂടിയ അല്ലെങ്കിൽ ഊർജ്ജം കൂടിയ ഷെല്ലിലോട്ട് ഇലക്ട്രോണുകൾ നിറയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ലോവർ എനർജി ഷെൽസ് എന്ത് ചെയ്യണം? ആദ്യം കംപ്ലീറ്റ് ആയിട്ട്, ഊർജ്ജം കുറഞ്ഞ എനർജി ഷെൽസ് എന്ത് ചെയ്യണം? ആദ്യം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. അതിനുശേഷം മാത്രമായിരിക്കും എന്ത് ചെയ്യുക? ഹയർ എനർജിയിലോട്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. That means
ഫസ്റ്റ് ഓഫ് ഓൾ ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ കെ ഷെൽ. കെ ഷെൽ ഇസ് ദ ഏറ്റവും എനർജി കുറഞ്ഞ ഷെല്ലാണ് ഏത് കെ ഷെൽ എന്ന് പറയുന്നത്. ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് 2 ഇലക്ട്രോൺസ്. സോ if the K shell is completely filled, K shell നിറഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ബാക്കി ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് എങ്ങോട്ട് പോവുക, എല്ലിലോട്ട് പോവുക. സോ ദാറ്റ് ഈസ് നെക്സ്റ്റ് എനർജി ലെവൽ. ഇനി എല്ലും കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമായിരിക്കും ബാക്കി ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എങ്ങോട്ട് പോവുക, എമ്മിലോട്ട് പോവുക. എമ്മും കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമായിരിക്കും അടുത്ത് എങ്ങോട്ട് പോവുക, എല്ലിനകത്ത് പോവുക. അപ്പോൾ അടുത്ത പറഞ്ഞ കാര്യം ഇതാണ്, ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ higher energy shells or higher energy levels happens only after the completion of filling up of electrons in lower energy levels. Okay, അപ്പോൾ ലോവർ എനർജി ലെവലിലോട്ട് ആദ്യം ഇലക്ട്രോൺസ് നിറഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഹയർ എനർജി ലെവൽസിലോട്ട് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുക, നിറയുക. സോ ദാറ്റ് ഈസ് എ സെക്കൻഡ് റൂൾ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ വേരിയസ് എനർജി ലെവൽ ടേക്സ് പ്ലേസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എനർജി. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എനർജി, എനർജിയുടെ ഊർജ്ജം കൂടി വരുന്ന ക്രമത്തിലായിരിക്കും എന്ത് ചെയ്യുക, ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇലക്ട്രോണുകൾ ഏറ്റവും ലോവർ എനർജി ലെവലിനകത്ത് ഫിൽ ചെയ്യും. തേർഡ് റൂൾ എന്ന് പറയുന്നത്, സോ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇറ്റ്സ് ഔട്ടർ മോസ്റ്റ് ഷെൽ ക്യാൻ അക്കോമഡേറ്റ് ഓൺലി 8 ഇലക്ട്രോൺസ്. സോ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിയുമ്പോൾ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ, 8 ഇലക്ട്രോൺസിനെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയുള്ളൂ. ദാറ്റ് ഈസ് എ തേർഡ് റൂൾ. When you write an electronic configuration, its outermost shell can accommodate only അല്ലെങ്കിൽ a maximum of 8 electrons only. Okay, outermost ഷെല്ലിനകത്ത് 8 ഇലക്ട്രോണുകളെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉൾക്കൊള്ളിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ outermost shell of a electronic configuration, outermost shell can accommodate only 8 electrons. 8 ഇലക്ട്രോൺസിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉൾക്കൊള്ളിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. ദീസ് ആർ ദ റൂൾസ്. ഈ റൂൾസിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം, ഓരോ ഷെല്ലിനകത്ത് ഒരു നിശ്ചിത എനർജി ഉണ്ട്. ഓരോ ഷെല്ലിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഡിഫറൻ്റ് ആണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു യൂസിങ് ദ ഇക്വേഷൻ 2n². പിന്നെ ഇലക്ട്രോൺസ് നിറയുന്നത് ഊർജ്ജം കൂടി വരുന്ന ക്രമത്തിലായിരിക്കും. അതായത് ഏറ്റവും ഊർജ്ജം കുറവുള്ള ഷെല്ലിനകത്ത് ആദ്യം ഇലക്ട്രോൺ നിറയും, പിന്നീട് ഇലക്ട്രോൺസ് അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ ഇലക്ട്രോൺസ് അടുത്ത എനർജി ലെവലിലോട്ട് പോവുക. ആൻഡ് ദ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഒരു ഔട്ടർമോസ്റ്റ് ഷെല്ലിനകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ, 8 ഇലക്ട്രോൺസിനെ മാത്രമേ ഉൾക്കൊള്ളിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ പോയിന്റ്സ് വെച്ചുകൊണ്ട് നമ്മൾ ചില എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോകും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സോഡിയം എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോകും. സോഡിയം നമുക്ക് ഇങ്ങനെ Na1123. നമ്മൾ ഓൾറെഡി പഠിച്ചു. 11 represents its atomic number 11, mass number 23. So how many protons? 11 protons. How many electrons? 11 electrons. And neutrons ന്റെ എണ്ണം പറയുന്നത് A minus Z, atomic number minus mass number minus atomic number. മാസ് നമ്പർ എത്രയാണ്? 23. 23 minus 11 എത്ര കിട്ടും? നമുക്ക് 12 എന്ന് കിട്ടും. ഈ രീതി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം അറ്റോമിക് നമ്പർ 11 ആയതുകൊണ്ട് വാട്ട് അബൌട്ട് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ്? ദാറ്റ് ഈസ് ഓൾസോ 11. സോ ദെൻ ഹൗ വിൽ യു റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? നമുക്കറിയാം ആദ്യം ഏത് ഷെല്ലിനകത്ത് ഇലക്ട്രോൺസ് നിറയണം? ആദ്യം കെയിൽ നിറയണം. കെ ഈസ് ദ ലീസ്റ്റ് എനർജി ലെവൽ. ഊർജ്ജം ഏറ്റവും കുറവ് കെയ്ക്കകത്താണ്. കെയ്ക്കാൻ അക്കോമഡേറ്റ് ഓൺലി 2 ഇലക്ട്രോൺസ്. സോ നമ്മൾ ആദ്യം കെ ഷെല്ലുണ്ട്, എൽ ഷെല്ലുണ്ട്, എം ഷെല്ലുണ്ട്. കെയ്ക്കകത്ത് 2 ഇലക്ട്രോൺസ്, എല്ലിനകത്ത് 8, എമ്മിനകത്ത് 18, എന്നിനകത്ത് 32. സോ ആദ്യം ഏത് ഷെല്ലിനകത്ത് നിറയും? ഏറ്റവും എനർജി കുറവായുള്ള ഷെല്ലായ കെയ്ക്കകത്ത് നിറയും. സോ കെയ്ക്കകത്ത് 2 എണ്ണം നിറഞ്ഞു. 11ൽ 2 എണ്ണം കെയിൽ നിറഞ്ഞു. ബാക്കി 9 ഉണ്ട്. 9 ഇലക്ട്രോൺസ് ഉണ്ട്. 9ൽ എൽ ക്യാൻ അക്കോമഡേറ്റ് മാക്സിമം ഓഫ് 8 ഇലക്ട്രോൺസ് ഉള്ളി. 8 എണ്ണം എവിടെ നിറഞ്ഞു? എല്ലിനകത്ത് നിറഞ്ഞു. ദ റിമൈനിങ് 1 ദാറ്റ് ഈസ് ഫിൽഡ് ഇൻ എം ഷെൽ. ദിസ് ഈസ് ദ ഓർഡർ. ഈ രീതിയിൽ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യം എവിടെ നിറഞ്ഞു? കെയിൽ 2 ഇലക്ട്രോൺസ് നിറഞ്ഞു. ബാക്കിയുള്ള 8 ഇലക്ട്രോൺസ് എവിടെ നിറഞ്ഞു? ബാക്കി 9 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ 8 എണ്ണം എവിടെ നിറഞ്ഞു? എല്ലിനകത്ത് നിറഞ്ഞു. ബിക്കോസ് എൽ ക്യാൻ അക്കോമഡേറ്റ് 8 ഇലക്ട്രോൺസ് ആൻഡ് ദ റിമൈനിങ് 1 ഇലക്ട്രോൺ ദാറ്റ് ഈസ് ഫിൽഡ് ഇൻ എം ഷെൽ. സോ ദിസ് ഇസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ഒരു കാര്യം കൂടി, നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ബോറിന്റെ ആറ്റം മാതൃക വരയ്ക്കാനും പറ്റും. ഒരു ആറ്റത്തെ സമീപിക്കുന്നതിന്റെ മോഡൽ, ആറ്റം മോഡൽ, ബോയ്സ് മോഡൽ ഓഫ് ആറ്റം വരയ്ക്കാൻ പറ്റും. സോ അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഇത്ര മാത്രം. നമുക്കറിയാം ഒരു ആറ്റം എടുക്കുമ്പോൾ അതിൻ്റെ കേന്ദ്രമുണ്ട്, ഒരു സെന്റർ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലായി. ഹൗ മെനി പ്രോട്ടോൺസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്? 11 protons and 12 neutrons are present in the nucleus of sodium. Okay. ഇനി ഒന്നാമത്തെ ഷെൽ വരയ്ക്കുന്നു. ഫസ്റ്റ് ഷെൽ contains how many electrons? 2 electrons. ആ 2 ഇലക്ട്രോണുകളെ ഞാൻ ഡോട്ടുകൾ ഉപയോഗിച്ച് സൂചിപ്പിച്ചു. 2 electrons. Okay.
സെക്കൻഡ് ഷെൽ വരയ്ക്കുന്നു. സെക്കൻഡ് ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3 4 5 6 7 8 and the third shell, that is the outermost shell, that contains only 1 electron. ഈ രീതിയിൽ നമുക്ക് ബോറിന്റെ മോഡൽ വരയ്ക്കാനും സാധിക്കും. അപ്പോൾ ഒരു എലമെന്റ് ഒരു സിമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, അതുപോലെ പ്രോട്ടോണുകളുടെ എണ്ണം, ഇലക്ട്രോണുകളുടെ എണ്ണം, ന്യൂട്രോണുകളുടെ എണ്ണം പറയാൻ പറ്റും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് വരയ്ക്കാനും സാധിക്കും? ബോർസ് മോഡൽ, ബോറിന്റെ ആറ്റം മാതൃക വരയ്ക്കാനും പറ്റും. ഓക്കെ, വൺ മോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞു നിർത്താം. നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് CA, കാൽസ്യം 2040, കാൽസ്യം 24, കാൽസ്യം 2040. ഓക്കെ, എങ്ങനെ ചെയ്യുന്നു നോക്കി. കാൽസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇപ്പോൾ നമുക്ക് കാൽസ്യത്തിന് ആദ്യം നമ്മൾ പറയുന്നു അറ്റോമിക് നമ്പർ 20, മാസ് നമ്പർ 40, നമ്പർ ഓഫ് പ്രോട്ടോൺസ് 20, ഇലക്ട്രോൺസിന്റെ എണ്ണം 20, അതുപോലെ ന്യൂട്രോൺസിന്റെ എണ്ണം എത്ര തന്നെയാണ്? 40 - 20 which is equal to 20. കാര്യം അറിയാം നിങ്ങൾക്ക്, എന്തുകൊണ്ട് ഇങ്ങനെ എഴുതിയെന്ന് അറിയാം. സോ നമുക്കറിയാം കെ ഷെൽ ഉണ്ട്, എൽ ഷെൽ ഉണ്ട്, എം ഷെൽ ഉണ്ട്, എൻ ഷെൽ ഉണ്ട്. കെക്കില് 2, എല്ലിനകത്ത് 8, 18, എന്നിനകത്ത് 32. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, ആ 20-ൽ 2 എവിടെ നിറയും? കെയിൽ നിറയും. ഓക്കെ, കാരണം കെയ്ക്കകത്ത് പരമാവധി എത്ര എണ്ണത്തിനെ പറ്റത്തുള്ളൂ? കെയ്ക്കകത്ത് 2 പറ്റുള്ളൂ. ഓക്കെ, ബാക്കി 20-ൽ 2 പോയി ബാക്കി 18 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ 8 എണ്ണം എല്ലിൽ നിറഞ്ഞു. എല്ലിനകത്ത് പരമാവധി 8 എണ്ണം പറ്റത്തുള്ളൂ. ബാക്കി 10 ഇലക്ട്രോൺസ് ഉണ്ട്. സോ എം ക്യാൻ അക്കോമഡേറ്റ് 18 ഇലക്ട്രോൺസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കും എമ്മിനകത്ത് എവിടെ 10 ഇലക്ട്രോൺസ് പോകുന്നു വിചാരിക്കും. പക്ഷെ നമ്മൾ മൂന്നാമത്തെ റൂൾ പഠിക്കുന്നുണ്ട്. നമ്മളൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിനകത്ത് പരമാവധി എത്രയേ പാടുള്ളൂ? 8 എണ്ണമേ പാടുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ 10 എന്ന് എഴുതുമ്പോൾ എം ബിക്കംസ് ഔട്ടർമോസ്റ്റ് ഷെൽ, അതിനകത്ത് 10 എണ്ണം ആയിപ്പോകും. സോ ആ റൂൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? 10-ൽ 8 എണ്ണത്തിനെ മാത്രമേ എമ്മിന് നിറയ്ക്കത്തുള്ളൂ. The remaining 2 electrons, that is moves to the end shell. So the configuration is 2 8 8 2. ഇങ്ങനെ എഴുതാനുള്ള കാരണം മനസ്സിലായല്ലോ. ഔട്ടർ മോഷനിനകത്ത് ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ ഔട്ടർ മോഷനിനകത്ത് പരമാവധി എത്ര ഇലക്ട്രോണുകളെ പറ്റത്തുള്ളൂ? പരമാവധി 8 ഇലക്ട്രോണുകൾ മാത്രമേ എഴുതാൻ പാടുള്ളൂ. പരമാവധി 10 എഴുതാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്തു? 8 2 മാറി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ ബോർ മോഡലിലൂടെ വരയ്ക്കാം. വ്യത്യാസം, there are 20 protons and 20 neutrons are present in the nucleus of the atom. First shell consists of 2 electrons, second shell 8 electrons, third shell also consists of 8 electrons. Okay, so 3 4 5 6 7 8, and the last shell that also consists of 2 electrons, 1 2. This is the Bohr model of calcium 2040. Okay, calcium. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനും ബോർ മോഡൽ വരയ്ക്കാനും മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. നിങ്ങൾ ചെയ്യുന്നത് ഇത്രമാത്രം ആ തരുന്ന എലമെൻറ്റ്സിൻ്റെ ഈ പറഞ്ഞ രീതിയിൽ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, പ്രോട്ടോൺസിൻ്റെ എണ്ണം, ഇലക്ട്രോൺസിൻ്റെ എണ്ണം, ന്യൂട്രോൺസിൻ്റെ എണ്ണം എന്നിവ കണ്ടെത്തുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ദെൻ ഓൾസോ ഡ്രോ ദ ബോർ മോഡൽ ഓഫ് ദി കറസ്പോണ്ടിങ് ആറ്റം. ആ തരുന്ന എലമെൻ്റ് ബോർ മോഡൽ കൂടി വരയ്ക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.